ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയാൻ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുപിള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു ഞാനും തളിയനും തോട്ടുവരം പോകുന്നേരം തോട്ടു വരമ്പത്തോരു ചക്കത്തുണ്ടം കൊണ്ടേ വന്ന് നെജില് മുക്കി തിന്നുന്നേരം വിളക്കത്ത പാറ്റ പോലെ എന്റെ മോതിരം വന്നു. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ. അന്ന കത്തിയും വല്യരാടാ കോഴിക്കോട്ടെ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ട്, കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പെണ്ണ് കെട്ടിട്ട്. പോണോ? അനൂപ് 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 എന്താണ് ഇത്? ആദിവാസി. ആദിവാസി? ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിന് അത് കിടക്കില്ല. നിന്നെ വല്ല അകളിയിലും അട്ടപ്പാടിലും വിടേണ്ട സൈസാ. നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ? മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു. എന്താ അച്ഛന് നോട്ടമുണ്ടോ? രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ. അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല, അല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണോളൂ. അതെ, അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ. വന്ന് വീണത് കണ്ടില്ലേ? എടാ, നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കഷ്ടകാലോ? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് ഞാനോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഒരുത്തി ഓമാരെ ചീത്തയാക്കിയത്. അച്ഛന്റെ തലയ്ക്കകത്ത് 100 കൂട്ടം പ്രശ്നങ്ങളാ. ഓഫീസിൽ പ്രശ്നം, പണിസ്ഥലത്ത് പ്രശ്നം, അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ചെന്നാലും കഴിക്കാൻ നോക്ക്. അതെ, പ്രധാന ജോലി ആദ്യം നടക്കട്ടെ. കുട്ടിപ്പിക്കാണ്ടായവന്മാരും. അച്ഛാ, അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല, ശത്രുക്കളുടെ പാരയാ. പാരയോ? ആ, സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിനു ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ? അതാ, അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപ്പിള്ളയാ. അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാരപ്പിള്ള. ഇതൊരു തലവേദനയായല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ ഡിസ്മിസാ? என்ன அந்த மாதிரி ஒரு கேள்வி? நான் போன முறை படு உனக்கு ஏன் சேர்ல உட்கார்ന്ന ஆசை? மூஞ்சிய பாரு. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലന്മാരുടെ ശല്യം. அப்படின்னா நான் போட்டுமா? எதுக்கு? லேடி கான்ஸ்டபிள் அபிராமியை கூப்பிடு. முள்ள முள்ளாலதான் எடுக்க வேண்டும்.
ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതിൽ ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് ശകുനം. കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘ്നൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ് ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടിയുണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ? ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. എന്തിനാ വിസിലടിക്കുന്നത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ആണല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക്കാണ്. ലേഡി കോൺസ്റ്റബിളിന്റെ കമലടിക്കുന്നോടാ. നിന്റെ ചെമ്പോലി എന്നോടിക്കും. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാമോ? ഇതെന്താ ഇത്? സാമ്പാർ. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്. ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനാ ഇട്ടത്. ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്ക് ഇത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് നിനക്കറിയില്ലേ? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ? താങ്ക് യു. പക്ഷെ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കല്ലേ നീ? അതെടുക്കരുത്. എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യൽ അച്ചാർ വേണ്ട. ഇത് വേറെ ഒരു കറിയും ഇല്ലാത്തോണ്ടാ. എന്നാ അതും വിഴുങ്ങിക്കോ. വിഴുങ്ങിക്കോളാം. നല്ല ടേസ്റ്റ്. എന്താ ഇത്? മത്തേഭ ഉദര കൃമീര കൃതം. അതെന്താ? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്നാ. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളെ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പാൻ രോഹിതാക്ഷൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. പ്രേമ നൈരാശ്യമോ ജീവിത നൈരാശ്യമോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാ? പോണു. അങ്ങനെ ഞാനിപ്പോ നിന്നാ ശരിയാവൂല. ലോഹിതാക്ഷ, നീ ഒരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ലോകത്ത് ഒരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? അതിനാ ഞാൻ പോകുന്നത്. അരുത്. ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു. എന്തേ? വൃത്തികെട്ടവൻ. ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവനോടുത്തു. അളിയോ, നിങ്ങളുടെ വീട് വാടകയ്ക്കെടുത്ത പാർട്ടികൾ കൊള്ളാലോ. രണ്ടു നല്ല പീസുകൾ ഉണ്ടല്ലോ. അളിയോ ആർക്കും പറയാതിരിക്കുകയാണല്ലേ? എടാ സുരേഷേ, അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാവാട കാര്യമുണ്ട്, നല്ല രസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. അതിന്റെ മൂത്ത ഒരെണ്ണമുണ്ട്, അത് നല്ല അലുവയാ. വേറെ ഉണ്ടോടാ? വേറെ ഉണ്ട്. ഓ,
ഏതായാലും ഇളയതിനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കാ, നീ ഇവിടെ കൊണ്ടാക്കിക്കരുത്. ഇനിയുള്ള ഏത് സൈസാന്നാ പറഞ്ഞ പൊടിയാ? ഈ സൈസാ നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണമൊക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു ഇവൻ ചുമ്മാ വളവളാന്ന് പറയണ. എടാ നാറി, ഇത് അവരുടെ ചേട്ടനാ സേതു. സേതു സീരിയസ് ആയിട്ട് എടുക്കരുത്, ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ സുരേഷ്. സോറി ട്ടോ, വെരി സോറി. ഈശ്വര, എന്ത് പറ്റിയെന്ന് നോക്കണേ. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ വന്നേ. വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ. അതല്ല, നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി ട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. എന്താ പേരെന്ന് പറഞ്ഞ? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്ക്. രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ വരണേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്ന് പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ. ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം, പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ ഏത് കഥയാണ് ആടുന്നത്? എങ്ങടെ ഓടണേ? അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണിൽ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. 3-4 ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാധവി. പൊക്കോട്ടെ, പാവം. പാവം. പാവമാണെങ്കിൽ വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില്. എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാം നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടാന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു തീർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമനസിനടുത്ത് പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറക്കുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞ